ഭഗവാനെ എല്ലാവരും കള്ളക്കണ്ണൻ എന്ന് വിളിക്കും. സത്യത്തിൽ ഭഗവാൻ എന്താണ് മോഷണം നടത്തിയിരിക്കുന്നത്? ഭഗവാന്റെ അവതാരത്തിൽ ഭഗവാൻ ഒരു വസ്തു മാത്രമാണ് മോഷണം നടത്തിയിരിക്കുന്നത്, നവനീതം, അതായത് വെണ്ണ. കണ്ണനെ വെണ്ണ എത്രമേൽ പ്രിയപ്പെട്ടതായി മാറിയത് എന്തുകൊണ്ടാണ്? അധികം ആരും ചിന്തിച്ചു കാണില്ല. ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാന ഘടകം എന്താണ്? മുലപ്പാൽ, മദർ ഫീഡിങ്. മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നതിന് പിന്നുള്ള തത്വം ഇതുതന്നെയാണ്. അങ്ങനെയുള്ള ആ മുലപ്പാൽ കലർന്ന ഒരു ശരീരം ഉപയോഗിക്കാതെ വെച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ആ ശരീരം കേടുവന്നു പോകും. ആ മുലപ്പാലാകുന്ന ആ മദർ ഫീഡിങ് ഉള്ള ആ ഒരു ശരീരത്തിലേക്ക് ഭഗവാൻ എന്ന ഭക്തി കലർന്ന മോര്, ഇവിടെ മോര് എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തി തന്നെയാണ്. ഭഗവാനോടുള്ള ഭക്തി കലർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കട്ട പിടിക്കും. ആത്മജ്ഞാന സുഖത്തിന് കട്ട പിടിക്കും. ആത്മജ്ഞാന സുഖത്തിന് കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാലിലേക്ക് മോരൊഴിച്ച് കട്ട പിടിച്ചു കഴിഞ്ഞാൽ കടക്കോൽ ഉപയോഗിച്ച് കടയും. ഇവിടെ കടക്കോൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയാണ്. അങ്ങനെ കടഞ്ഞു കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മാവെന്ന വെണ്ണ പുറത്തേക്ക് വരും. മാത്രം മതി ഭഗവാൻ അത് ഓടി വന്ന് മോഷണം നടത്താനായിട്ട്. നമ്മുടെ ആത്മാവെന്ന വെണ്ണയാണ് ഭഗവാൻ കട്ടെടുക്കുന്നത്. ഒരിക്കൽ കട്ടെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവാകുന്ന വെണ്ണ കട്ടെടുക്കാനാണ് ഭഗവാൻ നമ്മുടെ അരികിലേക്ക് ഓടി വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ കള്ളക്കണ്ണൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് ഭഗവാന്റെ വെണ്ണ. അപ്പൊ എല്ലാവരുടെയും ആത്മാവാകുന്ന വെണ്ണ കട്ടെടുക്കാനായിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ ഓടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.